നമസ്കാരം. ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന സമരം നിയമസഭയിലും ചർച്ചയായി. വിഷയം അവതരിപ്പിച്ച പ്രതിപക്ഷം ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചു. ആശാവർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണെന്ന നിലപാട് മന്ത്രി ആവർത്തിച്ചു. 13,000 രൂപ വരെ കിട്ടുന്നുണ്ടെന്നും ഇതിൽ 9,400 രൂപ നൽകുന്നത് സംസ്ഥാന സർക്കാരാണെന്നും മന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇൻസെന്റീവ് ഇനത്തിൽ 100 കോടി രൂപ കേന്ദ്രം നൽകാനുണ്ടെന്നും സംസ്ഥാനം അത് മുടങ്ങാതെ നൽകുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ആശാമാരുടെ സമരത്തിൽ മനുഷ്യത്വപരമായ നിലപാട് വേണമെന്ന് വാശിയുള്ള സർക്കാരാണിത്. അവർക്ക് ആദ്യമായി ഉത്സവബത്ത നൽകിയത് കേരളമാണ്. വിദ്യാഭ്യാസം നേടുന്നതുവരെ പിന്തുണ നൽകി അവരെ ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് സർക്കാരിൻ്റെതെന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ മന്ത്രിയെ കടുത്ത ഭാഷയിലാണ് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ വിമർശിച്ചത്. 23 ദിവസമായി മഴയത്തും വെയിലത്തും നിന്ന് ആശാ വർക്കർമാർ സമരം ചെയ്തിട്ട് സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് മാങ്കൂട്ടത്തിൽ പറഞ്ഞു. 700 രൂപ ദിവസവേതനമുള്ള സംസ്ഥാനത്ത് ആശാ വർക്കർമാർക്ക് കിട്ടുന്നത് 232 രൂപയാണ്. അവർക്ക് 700 രൂപ പ്രതിഫലം നൽകുമെന്ന് LDFന്റെ 2021 പ്രകടന പത്രികയിൽ പറഞ്ഞതാണ്. ആ വാഗ്ദാനത്തിന് വേണ്ടിയാണ് ആ സാധു മനുഷ്യർ സമരം ചെയ്യേണ്ടി വന്നതെന്നും രാഹുൽ പറഞ്ഞു. ആശാ വർക്കർമാർക്ക് 700 രൂപ കൊടുക്കാൻ പൈസ ഇല്ലാത്ത സർക്കാർ PSC മെമ്പർമാർക്ക് 2,23,000 രൂപ ശമ്പളം ഉണ്ടായിരുന്നത് 3,25,000 ആക്കിയെന്നും രാഹുൽ സഭയിൽ ആഞ്ഞടിച്ചു. രാഹുലിന്റെ വാക്കുകൾ കാണാം. 700 രൂപ പ്രതിദിന വേതനമുള്ള ഈ സംസ്ഥാനത്ത് ആശാ വർക്കർമാർക്ക് ലഭിക്കുന്നത് വെറും 232 രൂപയാണ്. ആ 232 രൂപയാണ് സാർ ഇവർ മുടക്കിയിരിക്കുന്നത്. അവർക്ക് 700 രൂപ ശമ്പളം കൊടുക്കുമെന്ന് പറഞ്ഞത് ഇവർ തന്നെയല്ലേ സാർ? LDFന്റെ 2021 ആണ്ടിലെ പ്രകടന പത്രികയിൽ പറഞ്ഞതാണ് 45-ാം പോയിന്റിൽ ആശാ വർക്കർമാർ, അംഗനവാടി ജീവനക്കാർ, കുടുംബശ്രീ ജീവനക്കാർ തുടങ്ങി സ്കീം വർക്കേഴ്സിന് മിനിമം കൂലി 700 രൂപയാക്കുമെന്ന്. ഗ്ലോബൽ ഹെൽത്ത് ലീഡേഴ്സ് അവാർഡ് നേടിയ മനുഷ്യന്മാരാണ് സാർ കഴിഞ്ഞ 23 ദിവസക്കാലമായി മഴയും വെയിലും കൊണ്ട് സമരമിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ ബഹുമാനപ്പെട്ട മന്ത്രിമാരോ അവരോടൊന്ന് സംസാരിക്കുവാനെങ്കിലും തയ്യാറായിട്ടുണ്ടോ? അവരുടെ സമരത്തെ ഒന്ന് ഗൗനിച്ചിട്ടുണ്ടോ? അവരുടെ സമരത്തെ ഗൗനിച്ചില്ല എന്ന് മാത്രമല്ല സാർ, ആ സാധു മനുഷ്യർ മഴ കൊള്ളാതിരിക്കുവാൻ വേണ്ടി കെട്ടിയ ടാർപോളിൻ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ പോലീസ് വലിച്ചു കളഞ്ഞില്ലേ സാർ? അതെന്തൊരു നീതിയാണ് സാർ? ഈ ആരോഗ്യ വകുപ്പ് മന്ത്രി ഇത്രയും വിശദീകരണങ്ങൾ ആ ആശാ വർക്കർമാരോട് നടത്തിയോ സാർ? ആ ആശാ വർക്കർമാർ കൊടുത്ത ഡേറ്റയുടെ അടിസ്ഥാനത്തിലല്ലേ സാർ ഈ ആരോഗ്യ വകുപ്പ് മന്ത്രി ഇടയ്ക്കിടയ്ക്ക് സഭയിൽ വന്ന് കേരളം നമ്പർ 1 എന്ന് ഈമ്പ് കൊള്ളുന്നത്? ഈ ആരോഗ്യ വകുപ്പ് മന്ത്രി അവർ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി കൂടിയല്ലേ? ഇത്രയേറെ വനിതകൾ അവിടെ സമരം ചെയ്തിട്ട് ആ വനിതകളോടൊന്നും സംസാരിച്ചില്ല. ഇപ്പോ മന്ത്രി പോലും പറഞ്ഞത് ഇന്ത്യയിൽ ഏറ്റവും അധികം ശമ്പളം കൊടുക്കുന്നത്, ഓണറേറിയം കൊടുക്കുന്നത് കേരളത്തിലാണെന്ന. ഞാൻ ചോദിച്ചോട്ടെ, ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് പഠിച്ച ഇന്ത്യയുടെ മാപ്പിൽ, ഇന്ത്യയുടെ ഭൂപടത്തിൽ സിക്കിമില്ലേ സാർ? സിക്കിമിൽ 10,000 രൂപയാണ് സാർ ഓണറേറിയം. ആ 10,000 രൂപ കേരളത്തിൽ കൊടുക്കുന്ന 7,000-ന് മുകളിലാണ് സാർ. അല്ലെങ്കിൽ തന്നെ ഇവരുടെ താരതമ്യം എന്തൊരു താരതമ്യമാണ് സാർ? ഏത് വിഷയം പറഞ്ഞാലും കേരളത്തെക്കാൾ ദുർബലമായ സംസ്ഥാനങ്ങളുടെ പേര് പറഞ്ഞിട്ട് അവരുമായി താരതമ്യം നടത്തുക. അതുകൊണ്ട് ഈ നാടിന് എന്താ സാർ പ്രയോജനം? സാർ, ആശാ വർക്കർമാർക്ക് 700 രൂപ കൊടുക്കാൻ പൈസയില്ല സാർ സർക്കാരിന്റെ കയ്യിൽ. പക്ഷേ PSC മെമ്പർമാർക്ക്, ഒരു PSC നിയമനവും നടത്താത്ത മെമ്പർമാർക്ക് 2,23,000 രൂപ ശമ്പളം ഉണ്ടായിരുന്നത് 3,25,000 ആക്കി വർദ്ധിപ്പിച്ചു സാർ. ഒരു മാസമാണ് സാർ. അതായത് 10,000 രൂപ ദിവസ ശമ്പളം ഉണ്ടായിരുന്നത് ദിവസ ശമ്പളം പോരാ എന്ന് പറഞ്ഞ് 13,541 രൂപയാക്കി സാർ. PSC ചെയർമാന്റെ ശമ്പളം 10,000-ൽ നിന്ന് 14,538 വർദ്ധിപ്പിച്ചു സാർ. സാർ, ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താ? കേന്ദ്രം പണം തന്നില്ല. കേന്ദ്രം തരാനുള്ളത് കണക്ക് പ്രകാരം പരമാവധി 98 കോടിയാണ് സാർ. കേന്ദ്രം പണം തരണം സാർ. ആ കേന്ദ്രത്തിൽ നിന്ന് 98 കോടി രൂപ പോലും വാങ്ങിച്ചെടുക്കാൻ കഴിവില്ലാത്ത ശ്രീ KV തോമസിന് 30 ലക്ഷം രൂപ ശമ്പളം കൂടാതെ യാത്രാബത്ത 5 ലക്ഷത്തിൽ നിന്ന് 6,11,000 കൂട്ടി 11,11,000 തോമസ് മാഷോട് പറയാം സാർ വാങ്ങിയെടുക്കാൻ. ഇവരുടെ ഫോൾസ് ഈഗോകൾ വിട്ട് ഇവരുടെ പ്രസംഗത്തിന് കൈയടിക്കുന്ന ആ സാധു മനുഷ്യർക്ക് അവർക്ക് 21,000 രൂപയെന്ന ഓണറേറിയം വർദ്ധിപ്പിക്കണം സാർ. മാനദണ്ഡങ്ങൾ അവസാനിപ്പിക്കണം സാർ. കുടിശ്ശിക വരുത്തുവാൻ പാടില്ല സാർ.